ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച് ബിജെപി സംസ്ഥാന നേതൃത്വം. ശോഭാ സുരേന്ദ്രനും 4 കൗൺസിലർമാർക്കുമെതിരെ റിപ്പോർട്ടിൽ പരാമർശം. പാലക്കാട് നഗരസഭയിൽ പ്രവർത്തനം മന്ദീഭവിക്കാൻ ശ്രമം നടന്നു. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടായെന്നും റിപ്പോർട്ട്. പരസ്യ പ്രസ്താവനയുടെ പേരിൽ എൻ ശിവരാജനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പലതരം അഭ്യൂഹങ്ങൾ ബിജെപി പാളയത്തിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. അതെല്ലാം ശരിവെക്കുന്ന തരത്തിലല്ലേ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്? സ്വാതി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടക്കേണ്ട ഒരു അവലോകന യോഗമുണ്ട്. അത് 7-ാം തീയതിയും 8-ാം തീയതിയും ഡിസംബർ 7-8 ആണ് നടക്കുന്നത്, കൊച്ചിയിലാണ്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് അന്ന് വായിക്കേണ്ട റിപ്പോർട്ടിന്റെ ഒരു രത്ന ചുരുക്കമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ആ റിപ്പോർട്ടിൽ പറയുന്നത് ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ ബിജെപിയുടെ പാലക്കാടുള്ള 4 കൗൺസിലർമാരും അവിടെ ഒരു അട്ടിമറി ശ്രമം നടത്തി എന്നുള്ളതാണ്. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ഒപ്പം തന്നെ കൗൺസിലറായിട്ടുള്ള സ്മിതേഷ് സ്ഥാനാർത്ഥിക്കെതിരെ ഇവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ നഗരസഭയിൽ ഒരു പ്രവർത്തനം മന്ദീഭവിക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് അതിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത്, പുറത്തു നിന്നെത്തിയ ആളുകൾ അവർ വാർഡിൽ പ്രചരണം നടത്തുന്നതിനെ ആരോപണ വിധേയരായിട്ടുള്ള കൗൺസിലർ എതിർത്തിരുന്നു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കണ്ണാടി പഞ്ചായത്ത് വോട്ട് മറിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതായി പറയുന്നുണ്ട്. ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായുള്ള സംഭാഷണം പുറത്തായതോടെ ജാഗ്രത പാലിക്കാനായി അത് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത്, വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടായെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പരസ്യ പ്രസ്താവനയുടെ പേരിൽ എൻ ശിവരാജനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഒപ്പം തന്നെ പാലക്കാട് സി കൃഷ്ണകുമാറിന് ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥി തന്നെയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ പാലാ കൗൺസിലർമാരും ഒപ്പം തന്നെ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ അടക്കമുള്ളവർ സ്ഥാനാർത്ഥി പോരായ്മ പറഞ്ഞിരുന്നു. പക്ഷേ അതല്ല, കൃഷ്ണകുമാറാണ് മികച്ച സ്ഥാനാർത്ഥി എന്നാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന്, ഉപതെരഞ്ഞെടുപ്പിൽ സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ ലഭിച്ചതായും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒപ്പം തന്നെ നഗരസഭയിലെ വാർഡ് കൗൺസിലറായിട്ടുള്ള സ്മിജേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരു റിപ്പോർട്ട് സമർപ്പണമായിട്ട് തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. നമ്മൾക്കറിയാവുന്നതുപോലെ ബിജെപിയിൽ വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ പല കാലങ്ങളിലായി നടന്നു വരികയാണ്. പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ നേതാക്കൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിന് മുന്നോടിയായാണ് ഈ വരുന്ന 7-ാം തീയതിയും 8-ാം തീയതിയും ഒരു തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേരാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ആ സംസ്ഥാന നേതൃത്വത്തിന്റെ അവലോകന യോഗത്തിന് മുന്നോടിയായിട്ടുള്ള ഈ റിപ്പോർട്ട് സമർപ്പണം സ്വാഭാവികമായും തങ്ങളുടെ എതിരാളികളായി നിൽക്കുന്ന നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ വിഭാഗത്തിന്റെ റിപ്പോർട്ടായിട്ട് വേണം ഇതിനെ കണക്കുകൂട്ടാനായിട്ട്. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന നേതൃപദവിയിലേക്ക് വരെ തുടരുക. ഇപ്പോൾ സന്ദീപ് വാര്യർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉയർന്ന അഭ്യൂഹങ്ങളൊക്കെ ശരി എന്നുള്ള തരത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. സന്ദീപ് വാര്യർ വോട്ട് മറിക്കുന്നതിൽ സ്വാധീനം ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് താങ്കളുടെ പ്രതികരണം? അല്ല, സന്ദീപ് വാര്യർ വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ല എന്നാണല്ലോ അവർ പറഞ്ഞിരുന്നത്. വാര്യർ എഫക്ട് ഇല്ല എന്നുള്ളതാണല്ലോ പറഞ്ഞിരുന്നത്. സന്ദീപ് വാര്യർ ചീള് കേസാണ്, ഒന്നുമല്ലാത്തവനാണ്, ഒരു സ്വാധീനം ഉണ്ടാക്കില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പൊ റിപ്പോർട്ടിൽ ബിജെപിയുടെ നേതൃത്വത്തിന്റെ റിപ്പോർട്ടിൽ സന്ദീപ് വാര്യരാണ് വോട്ട് മറിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എനിക്കുള്ള സ്വാധീനത്തെ അവർ തന്നെ അംഗീകരിക്കുന്നതാണല്ലോ. ആ രീതിയിൽ അവർ ഇപ്പോഴെങ്കിലും അത് അംഗീകരിക്കുന്നത് എനിക്ക് സന്തോഷം. ബാക്കിയുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇപ്പം അഭിപ്രായം പറയുന്നില്ല. എന്തായാലും ഞാൻ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. പാലക്കാട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രചരണ വേളയിലൊക്കെ ശോഭാ സുരേന്ദ്രൻ ആദ്യം പ്രചരണത്തിന് വരാത്തതൊക്കെ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. പിന്നീട് അവർ വന്നു. എന്നാൽ സന്ദീപ് വാര്യറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വോട്ട് മറിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ എന്നാൽ അത് ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി പാലക്കാട് നിന്നും ചേരുകയാണ് ഈ ഒരു വാർത്തയിൽ. പ്രസാദ് ഉടുമ്പശ്ശേരി, ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ സമയത്ത് പ്രചരണ സമയത്ത് ഉയർന്ന അഭ്യൂഹങ്ങളൊക്കെ ശരിയാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതു രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ടിനെ പ്രസാദ് നോക്കിക്കാണുന്നത്? ഇതിൽ BJP പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ, പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് മാത്രം 43,000 വോട്ട് ലഭിച്ചിരുന്നു. ഈ ശ്രീധരൻ മത്സരിക്കുമ്പോൾ 50,000 വോട്ട് ലഭിക്കും. പക്ഷേ ഈ ശ്രീധരന്റെ അത്രയും ആ രീതിയിൽ പൊതുസമൂഹത്തിൽ നിന്ന് വോട്ട് കിട്ടില്ല എന്ന് BJPക്ക് നേരത്തെ ധാരണയുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയധികം ചോർച്ച ഉണ്ടാകുമെന്ന് കരുതിയതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ആസൂത്രിതമായ ഒരു നീക്കം ഈ വോട്ട് ചോർച്ചയിൽ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ BJP നേതൃത്വം കരുതിയത്. എന്തായാലും അത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രസാദ്, നേരത്തെ ഈ ശോഭാ സുരേന്ദ്രനാണോ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് ആ സ്ത്രീയെ വെറുതെ വിട്ടേക്കോ, അവർ പാവമാണ് എന്നുള്ള തരത്തിലാണ് അന്ന് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ശോഭാ സുരേന്ദ്രനെതിരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശോഭാ സുരേന്ദ്രനെതിരെ നിലവിൽ പ്രചരണ ഘട്ടത്തിൽ തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രൻ വിട്ടുനിൽക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ സജീവമായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയും പാലക്കാട് മണ്ഡലത്തിലെ വിവിധ ക്യാമ്പയിനുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ എതിരായി, സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർക്കെതിരെ ഈ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവുക. ശരി പ്രസാദ്, തുടരുക. സഹിൻ ആന്റണി കൂടി ചേരുന്നുണ്ട്. സഹിൻ, കഴിഞ്ഞ ദിവസം സമ്മേളനം നടക്കുന്ന വേളയിലൊക്കെ നേതാക്കളുടെ അടുത്ത്, കെ സുരേന്ദ്രന്റെ അടക്കം നേതാക്കളുടെ അടുത്ത് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ മാധ്യമങ്ങളെ പഴിചാരുകയാണ് ചെയ്തത്. മാധ്യമങ്ങൾ അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ അക്കാര്യങ്ങളെല്ലാം ശരിവെക്കുകയും ചെയ്യുന്നു. അതിനെ എങ്ങനെയാണ് സഹിൻ നോക്കിക്കാണുന്നത്? അതുതന്നെയാണ് സ്വാതി. അതായത് സംസ്ഥാന നേതൃയോഗം ചേരുമ്പോൾ പോലും അന്ന് വലിയ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എറണാകുളത്ത് നിന്നുള്ള നാരായണൻ നമ്പൂതിരി, ഒപ്പം തന്നെ എറണാകുളത്ത് നിന്നുള്ള മറ്റൊരു സംസ്ഥാന വക്താവ്, ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കാര്യമായ സിന്ധു അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇവർ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ എത്തിയതാണ്, പ്രസംഗിക്കാനായി അവിടെ എത്തിയതാണ്. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന വക്താവിനെ അടക്കമുള്ള ആളുകളെ പാലക്കാട് എത്തിച്ച് പ്രസംഗിപ്പിച്ചു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോൾ അവരുടെ റിപ്പോർട്ടിലും പരാമർശിച്ചിരിക്കുന്നത്. പല വാർഡുകളിലും കൗൺസിലർമാർ പ്രവർത്തനം അന്തിവഹിപ്പിച്ചു. മാത്രമല്ല, മറ്റൊന്ന് പറയുന്നത്, പുറത്തുനിന്നുള്ള ആളുകൾ സംസാരിക്കാൻ എത്തിയപ്പോൾ അതിനെല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. കൂടാതെ അവരെ വാർഡിൽ പ്രചരണം നടത്തുന്നതിനെ ആരോപണ വിധേയരായ കൗൺസിലർമാർ എതിർത്തു എന്നുള്ളതും പറയുന്നുണ്ട്. അതായത് 4 കൗൺസിലർമാർ, പ്രത്യേകിച്ചും സ്മിജേഷ് അടക്കമുള്ള കൗൺസിലർമാരെ പേരെടുത്ത് തന്നെയാണ് പറയുന്നത്. കൂടാതെ ഇത്തരത്തിൽ ഒരു പരസ്യ പ്രസ്താവന നടത്തിയ N ശിവരാജന്റെ പേരിൽ ഈ റിപ്പോർട്ട്, അദ്ദേഹത്തിനെതിരെയും റിപ്പോർട്ടിൽ കാര്യങ്ങൾ പരാമർശിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായുള്ള സംഭാഷണം പുറത്തു വന്നതാണ് ജാഗ്രത പാലിക്കാൻ സംസ്ഥാന നേതൃത്വത്തെ സഹായിച്ചത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് ഫോൺ സംഭാഷണമെല്ലാം പുറത്തു വന്നതാണ്. ഇതെല്ലാം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ കൃഷ്ണകുമാർ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കൃഷ്ണകുമാറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടില്ല, പരമാവധി വോട്ടുകൾ സമാഹരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ വോട്ടുകൾക്കപ്പുറം BJPക്ക് കൂടുതൽ വോട്ടുകൾ ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോഴും ശോഭാ സുരേന്ദ്രനെയും ഒപ്പം തന്നെ ശോഭയോടൊപ്പം സഹായിച്ചു നിൽക്കുന്ന കൗൺസിലർമാരെയും എല്ലാം മറുഭാഗത്ത് കൊണ്ടുവരികയും അവരെ ആരോപണ വിധേയരാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു കരട് റിപ്പോർട്ട് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം അയച്ചിട്ടുണ്ട്. ഈ വരുന്ന 7-8 തീയതികളിലാണ് സംസ്ഥാന നേതൃഭാരവാഹി യോഗം നടക്കേണ്ടത്. അതും ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചയാണ് അതിലുണ്ടാവുക. കഴിഞ്ഞ നേതൃയോഗത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് ചർച്ചയിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ ആ നേതൃയോഗത്തിലുണ്ടായിരുന്ന ഒട്ടുമിക്ക നേതാക്കളും നമ്മളടക്കമുള്ളവരോട് പറഞ്ഞത് രൂക്ഷമായ വിമർശനങ്ങൾ പല കാര്യങ്ങളിലും വന്നിരുന്നു. ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ പഠനം വേണമെന്നുള്ളൊരു ആവശ്യം വന്നിരുന്നു. ആ ആവശ്യത്തിന്റെ പുറത്ത് തന്നെയാണ് 3 ജില്ലാ കമ്മിറ്റികളോടും ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി എത്രയും പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിന് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നത്. ആ ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു രത്ന ചുരുക്കം ഇതിൽ സംസ്ഥാന നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ്
കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വം അയച്ചു നൽകിയിരിക്കുന്നതും. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി നിൽക്കുന്ന അവരുടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അതിന്റെ മൂർധന്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നേതാക്കൾ തമ്മിലുള്ള പരസ്പര പോരിനോടൊപ്പം തന്നെ ഇപ്പോൾ പരസ്പരം പഴിചാരിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആ രീതിയിലേക്കും കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്വാതി, സഹിൻ തുടരുക. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടിയുണ്ട്. പ്രസാദ്, കുറച്ചു മുൻപ് സന്ദീപ് വാര്യർ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തന്റെ സ്വാധീനം മനസ്സിലായല്ലോ, കോൺഗ്രസിന് വോട്ട് കിട്ടാനുള്ള പണി താൻ അവിടെ എടുത്തിട്ടുണ്ട് എന്നാണ്. ശരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരു 4-5 ദിവസം മുൻപാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേരുന്നതും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഈ സന്ദീപ് വാര്യരുടെ വാക്കുകളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അദ്ദേഹം ഈ കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് തന്നെ BJPക്കെതിരെ പ്രവർത്തനം നടത്തി എന്നുള്ളതാണോ? അത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കൃഷ്ണകുമാറിനെതിരെ വലിയൊരു വിഭാഗം BJPയുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കളും ഇപ്പോൾ BJPയുടെ ദേശീയ കൗൺസിൽ അംഗമായ N ശിവരാജൻ തന്നെ പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളതാണ്. ശോഭാ സുരേന്ദ്രനാണ് പകരം സ്ഥാനാർത്ഥിയാകേണ്ടത്. ഇപ്പോൾ BJP നേതാവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നാരായണൻ നമ്പൂതിരി, ആ ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്, റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെതിരെയാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത്, അതുപോലെ തന്നെ ശിവരാജനെതിരെയും ഒക്കെ ഇതിൽ പരാമർശമുണ്ട്. ഏത് രീതിയിലാണ് താങ്കൾ ഈ ഒരു റിപ്പോർട്ടിനെ നോക്കിക്കാണുന്നത്? താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഈ റിപ്പോർട്ട് എവിടെ ഞങ്ങളാരും കണ്ടിട്ടില്ല ഇത്ര റിപ്പോർട്ട്. നിങ്ങള് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പാർട്ടി മീറ്റിംഗ് നടന്നപ്പോ എനിക്കെതിരെ വലിയ പരാതി ഉണ്ടായി, എന്നെ എന്നൊക്കെ ആവശ്യപ്പെട്ട് പരാതി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ കുറെ റിപ്പോർട്ട്. നിങ്ങൾ ഈ ആഴ്ചയിൽ ഓരോരോ റിപ്പോർട്ടുമായിട്ട് വരുന്നത് എവിടുന്നാണ് റിപ്പോർട്ട് വരുന്നതെന്നുള്ളത് മാത്രം ഞങ്ങൾക്ക് പിടി കിട്ടുന്നില്ല. അത്തരമൊരു റിപ്പോർട്ട് BJPയിലുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞങ്ങളത് വരുന്ന 7-ാം തീയതി യോഗം കൂടാൻ 7-8 തീയതികളിൽ യോഗം കൂടാൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലോ. പാർട്ടിയിൽ ഒരാളുടെ മുമ്പിൽ പോലും വരാത്ത റിപ്പോർട്ട് ചാനലുകൾക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ് കേട്ടോ. ഇത് ഈ ഗോപിനാഥ് മുതുകാടിന്റെ ജോലി വല്ലതും ഉണ്ടോ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ? എന്ത് കഷ്ടമാണെന്നറിയാൻ ഇത്. ശരി, ശ്രീനാരായണൻ നമ്പൂതിരി പ്രതികരിച്ചതിന്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഇപ്പോൾ നാരായണൻ നമ്പൂതിരി പറയുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എവിടുന്ന് കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല, മാധ്യമങ്ങളെയാണ് അദ്ദേഹം പഴി ചാരുന്നത്. അതിൽ താങ്കളുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? BJPയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം പരിശോധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം BJP പ്രതീക്ഷിച്ചിരുന്നത് പാലക്കാട് മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ വെച്ചിരുന്നു. അതിനവർക്ക് അടിസ്ഥാനവുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് BJP പാലക്കാട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. പിന്നീട് പാർലമെന്റ് മണ്ഡലത്തിലാണെങ്കിലും സാമാന്യം ഭേദപ്പെട്ട 2ാം സ്ഥാനത്ത് വരികയും 43,000 വോട്ട് പിടിക്കുകയും ചെയ്തു. ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ തൃശൂർ മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കുകയും അതിന്റെ ഒരു പ്രകടനം പാലക്കാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വെച്ചിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് വളരെ 10,000-ഓളം വോട്ട് BJPക്ക് ലഭിക്കേണ്ടിയിരുന്ന 10,000-ഓളം വോട്ടുകളുടെ ചോർച്ച ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് BJP പരിശോധിക്കുക തന്നെ ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മിറ്റികൾ അടുത്ത ദിവസങ്ങളിൽ ചേരാനിരിക്കുകയാണ്. ശരി പ്രസാദ്. സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ BJP നേതാക്കളുടെ പ്രതികരണം ഈ രീതിയിലാണ്. ഈ റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടി? ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്, മാധ്യമങ്ങളെ പഴിചാരുകയാണ്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി നമ്മളോട് പ്രതികരിച്ചത്. ഈ ഒരു റിപ്പോർട്ടിന്റെ ശരിക്കും ഈ റിപ്പോർട്ടിൽ ശോഭാ സുരേന്ദ്രനെതിരെയും N ശിവരാജനെതിരെയും ഒക്കെ പരാമർശവുമുണ്ട്. അപ്പോൾ BJP നേതാക്കളുടെ ഈ ഒരു പ്രതികരണം സ്വാഭാവികമായിരിക്കുമല്ലോ, അല്ലേ? സ്വാതി, ഏതെങ്കിലും ഘട്ടത്തിൽ BJP നേതാക്കൾ അവർക്കിടയിൽ വിഭാഗീയതയുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്കിടയിൽ പരസ്പര പോരുണ്ടെന്നോ അംഗീകരിച്ചിട്ടുണ്ടോ? ഇവരെല്ലാവരും ഞങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഞങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള സ്വാരസ്യങ്ങളുമില്ല, ഞങ്ങൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നെല്ലാം പറയുമ്പോഴും ഇത് ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുന്നത് മാധ്യമങ്ങൾ എന്ത് പറഞ്ഞോ അതിലേക്ക് തന്നെയായിരിക്കും. കാരണം ഇവരില്ല എന്ന് പറയുമ്പോഴും ഇവരൊരു സൈഡിൽ കൂടി ഇവരുടെ പണി കൃത്യമായി ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് വിഭാഗീയ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തില്ല എന്ന് പറയുന്ന
നേതാവ് പോലും കൃത്യമായി വിഭാഗീയത നടത്തുന്നു എന്നുള്ളതാണ്. അതായത് കെ സുരേന്ദ്രൻ പറയുന്നു തനിക്കൊരു ഗ്രൂപ്പില്ലെന്ന് പറയുന്നു. ആർക്കാണ് അറിയാൻ പാടില്ലാത്ത കെ സുരേന്ദ്രന് കേരളത്തിൽ ആകമാനം ഗ്രൂപ്പില്ല എന്നുള്ളത്? കേരളത്തിൽ ആകമാനം കെ സുരേന്ദ്രന് കൃത്യമായ ഗ്രൂപ്പുകളുണ്ട്. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പോലും കെ സുരേന്ദ്രന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. വി മുരളീധരൻ പറയുന്നു തനിക്കൊരു ഗ്രൂപ്പില്ലെന്ന്. വി മുരളീധരന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിരുന്നു കെ സുരേന്ദ്രൻ. പിന്നീടാണ് കെ സുരേന്ദ്രൻ വി മുരളീധരനുമായി അകൽച്ചയിലാവുന്നത്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിലുള്ള അകലം അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു ശോഭാ സുരേന്ദ്രനുമായി തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. ഒരു കാലഘട്ടത്തിൽ പരസ്പരം പോര് വിളിച്ചു നടന്ന ആളുകളല്ലേ ഈ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനുമെല്ലാം. ഇവർ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഒടുവിൽ നമ്മൾ എന്താണ് പറയുന്നത് അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് നിന്ന് ഒരുപക്ഷെ ഇത്തരം റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ അവർ ചോർത്തി തന്നില്ല എന്ന് വരും. പക്ഷേ കേന്ദ്രത്തിലും ഇത് ചോർന്ന് പുറത്തെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇവരുടെ നേതാക്കളുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ ഇവരുടെ നേതാക്കളുണ്ട്. ഇവരുമായി അടുത്ത് നിൽക്കുന്ന ഇവരുടെ നേതാക്കളുണ്ട്. എന്തിന് ഇതേ നേതാക്കൾ തന്നെ അവരുടെ അനുയായികളെ കൊണ്ട് ഈ റിപ്പോർട്ടുകൾ ചോർത്തിപ്പിച്ച് മാധ്യമങ്ങൾക്ക് നൽകുകയും ആ മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തു വരുമ്പോൾ പരസ്യമായി അതിനെ എതിർക്കുകയും ചെയ്യുന്നവരല്ലേ? അപ്പോൾ ഇതിൽ ഇവർ പറയുന്നതിൽ ഞങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ആളുകൾ തന്നെയല്ലേ ഇത് കണ്ടില്ല എന്ന് പറയുന്നത്? ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഇവർ കൃത്യമായി അയച്ചിട്ടുണ്ട് കേന്ദ്ര നേതൃത്വത്തിന് എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്കെതിരെ, സ്മിജേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ കൃത്യമായ പരാമർശങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും വരും 7-8 തീയതികളുണ്ടല്ലോ. ആ തീയതികളിൽ അവിടെ സമാധാനപരമായ ചർച്ചയാണോ നടക്കുന്നതെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. സമാധാനപരമായ ചർച്ച നടക്കും. ഇവരെല്ലാവരും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ്, ഞങ്ങൾ പാർട്ടിയിൽ യാതൊരുവിധ വിഭാഗീയതയും ഇല്ല എന്ന് പറയുമ്പോഴല്ലോ പാലക്കാട് BJP നിന്ന് തോറ്റത്. പാലക്കാട് ഒരുപക്ഷെ BJPക്ക് ജയിക്കാൻ കഴിയുന്ന A ക്ലാസ് മണ്ഡലമായി നമ്മളാരുമല്ല അതിനെ എഴുതി ചേർത്തത്. ഇവർ തന്നെയാണ്. ഈ സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളുമാണ് പാലക്കാട് BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലമാണെന്ന് പറഞ്ഞത്. അതേ നേതാക്കൾ തന്നെയാണ് ഗ്രൂപ്പ് കളിച്ച് പാലക്കാട് BJPയെ പരാജയത്തിലേക്ക് എത്തിച്ചതും. എന്തായാലും ഇവരിപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണെങ്കിലും വാർത്ത നമ്മൾ പുറത്തുവിടുന്നത് സത്യം തന്നെയാണ്. സ്വാതി സഹിൻ, ഈ മാധ്യമങ്ങളെ പഴിചാരുന്നത് കുറച്ച് ദിവസമായിട്ട് തന്നെ ഇങ്ങനെ തുടങ്ങുന്നതാണത്. ഒരു ഘട്ടത്തിൽ ആ പരാമർശം അങ്ങേയറ്റം എത്തി മാധ്യമങ്ങൾക്കെതിരെ ഭീഷണി വരെ മുഴക്കുന്ന സ്വരത്തിൽ കെ സുരേന്ദ്രൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു കേന്ദ്ര നേതൃത്വത്തിനാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഈ 7-8 തീയതികളിൽ ചേരുന്ന യോഗത്തിലായിരിക്കുമോ ഇക്കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുക? കൂടുതൽ നേതാക്കൾ ഏത് രീതിയിലായിരിക്കും ഇതിൽ പ്രതികരണത്തിന് സാധ്യതയുള്ളത്? എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൃത്യമായ ഒരു കാര്യത്തിലേക്ക് കാരണങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. അതിവർ ഈ പറയുമ്പോഴും ഇത്തരത്തിൽ വിഭാഗീയത ഇല്ല എന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കൃത്യമായ വിഭാഗീയത ഇതിൽ നടക്കുന്നു എന്നുള്ളതാണ്. ആ വിഭാഗീയത മറച്ചുവെച്ച് ഇവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സ്വാതി. ശരി സഹിൻ, എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം മാധ്യമങ്ങളുടെ അഭ്യൂഹങ്ങൾ മാത്രമാണോ അതോ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. വരും ദിവസങ്ങളിൽ അത് സമ്മേളനത്തിൽ അടക്കം ചർച്ചയാകും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിവാകും എന്ന് പ്രതീക്ഷിക്കാം.